ജയ് ഫോണിരാജ ഞങ്ങൾ ചെയ്യുന്നു പൂജ സർവസുഖങ്ങൾക്കും വേണ്ടി ഓ സർവസുഖങ്ങൾക്കും വേണ്ടി നീയാണിനി ഞങ്ങളുടെ അഭയം നീയാണിനി ഞങ്ങളുടെ അഭയം നീ ഞങ്ങൾക്ക് രാജാവേ ഓ ഞങ്ങൾക്ക് നീ ഫോൺ രാജാവേ ചേട്ടാ ഇതാ പ്രസാദം വാങ്ങിച്ചോളൂ. പൊളിച്ചെടുത്തല്ലോ. ഈ ലഡു ഞാൻ ആർക്ക് വേണ്ടിയാ മാറ്റി വെച്ചിരിക്കുന്ന മോട്ടോ? അതും കൊണ്ട് ഇങ്ങോട്ട് തന്നേ. ഭഗവാന്റെ പ്രസാദം കുറച്ചു മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതെന്താണ് നിങ്ങളൊക്കെ എന്ത് കാണാൻ നിൽക്കുക? തിന്നാൻ വന്നിരിക്കുന്നു. മര്യാദക്ക് പൊയ്ക്കോ ഇവിടുന്ന്. അയ്യോ ചേട്ടന്മാരെ അനിയന്മാരെ ഒന്ന് നിൽക്കേ. പ്രസാദം വന്ന് കഴിച്ചിട്ട് പോണേ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ മോട്ടോ നിന്റെ ഈ ഒടുക്കത്തെ പ്രസാദ കൊതി കാരണം നീ എല്ലാവരെയും പറഞ്ഞു വിട്ടു അല്ലേ? ഭഗവാന്റെ പ്രസാദം ഞാൻ ഭഗവാന് തന്നെ കൊടുക്കാൻ പോവാ പറ്റലൂ. എന്റെ പൊന്നു ഭഗവാനെ ദാ കഴിച്ചോളൂ അങ്ങയുടെ പ്രസാദം. ഭഗവാനുള്ള പ്രസാദം ഭഗവാൻ എനിക്ക് തന്നെ തന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ബെല്ലടിക്ക് 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 വേഗം ബെല്ലടിച്ചോ. ബെല്ലടിച്ചേ. ഹലോ, ചുവന്ന ബാഗിന്റെ കാര്യം എന്തായി? റോങ് നമ്പർ. നിങ്ങൾ വിളിച്ച നമ്പർ മാറിപ്പോയി. ഹലോ, ചുവന്ന ബാഗിന്റെ കാര്യം എന്തായി? എന്റെ പൊന്നു ചേട്ടാ, നീല പച്ച ചോപ്പ് അങ്ങനത്തെ ബാഗിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആരാ? ഇതുവരെ 1 രൂപയുടെ ബിസിനസ് നടന്നിട്ടില്ല. ഞങ്ങളെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ആഹാ, ചുവന്ന ബാഗിന്റെ കാര്യം ശരിയായി. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഗുഡ്, വെരി ഗുഡ്. 1 മണിക്കൂറിനുള്ളിൽ ആ ബാഗുമായിട്ട് ഗാർഡനിൽ എത്തിച്ചിരുക. എന്നിട്ട് 50 ലക്ഷം രൂപ വാങ്ങിച്ചോളൂ. പൊളിച്ചു. ആഹാ, 1 മണിക്കൂറിൽ ഞാൻ ഗാർഡനിൽ എത്തിക്കോളാം. ആരായിരുന്നു വിളിച്ചത്? റോങ് നമ്പർ ആയിരുന്നു. ആരോ കളിപ്പിക്കാൻ വിളിച്ചതാ. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരുവോ? ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുള്ളതാ. ചുവന്ന ബാഗ് 50 ലക്ഷം രൂപ. എന്തൊക്കെ മോട്ടോ ഇത്? ഒരു ചുവന്ന ബാഗ് അങ്ങോട്ട് കൊടുക്കുന്നു, 50 ലക്ഷം രൂപ നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നു. പൊളിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ സമൂസയും കഴിച്ച് ജീവിക്കാലോ. ചിങ്കപ്പടയുടെ രാജാവ്, ഇടിമിന്നൽ കൊടിയുടെ രാജാവ്, നാട്ടുരാജാവു ഞാൻ. അതെ, നീ ജോണല്ലേ? താടി മടിച്ച ആള് മാറുവോ? ഞാനിടഞ്ഞ ഒരു കൊമ്പനാന. എന്റെ പേരാണ് ബാറ്റ്മാൻ. സ്നേഹത്തോടെ നാട്ടുകാരന്റെ BM എന്ന് വിളിക്കും. നിങ്ങളുടെ പേരെന്താണാവോ? സുരേഷ്, രമേശ്, സതീഷ്, ധനേഷ്, മഹേഷ്. ബാഗ് എവിടെ? എന്റെ പേരാണ് മോട്ടു. സ്നേഹത്തോടെ നാട്ടുകാരന്റെ മോട്ടു എന്ന് തന്നെയാ വിളിക്കാറ്. നിങ്ങൾക്ക് ആവശ്യം ചുവന്ന ബാഗാണ്. 50 ലക്ഷം രൂപ എവിടെ? ബോംബ് എവിടെ? എടോ, ഏത് ബോംബ്? നീ ചുവന്ന ബാഗല്ലേ ചോദിച്ചത്? അതിബുദ്ധി കാണിക്കാനാ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒന്നെങ്കിൽ ഞങ്ങളുടെ 50 ലക്ഷം തിരിച്ചു കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ ബോംബ് തരൂ. ഓടിക്കോ. എന്റെ മോട്ടോ, നീ എന്ത് കുടുക്കലാ പോയി ചാടിച്ച്? രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. 50 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ ചിങ്കത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ബോംബും എവിടെയാണെന്ന് അന്വേഷിപ്പിക്കാം. അതാ നോക്ക്, ചിങ്കം വരുന്നുണ്ട്. ഓടിക്കാം മോട്ടോ. ചിങ്കം വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓടുന്നതിൽ അർത്ഥമില്ലല്ലോ. എവിടെയാണ് ചിങ്കം? ഞാനിത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിന്നോട് കള്ളം പറഞ്ഞതല്ലേ? ഇങ്ങനെ ഓടി 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 എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്? നമ്മളിവിടെ അതും ഇതും പറഞ്ഞു നിന്നാ പണം കൈവിട്ടു പോകും. നമുക്ക് എത്രയും വേഗം അവരെ പിന്തുടരാൻ നോക്കാം. വരൂ ബോസ്, വേഗം പോകാം. വരൂ വരൂ, നമുക്ക് ആ ടേബിളിനടിയിൽ ഒളിക്കാം. മോട്ടോ, ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എനിക്ക് വയ്യ. നീയും നിന്റെ ഒരു തീറ്റ പ്രാന്തം. ഞാൻ തോറ്റു. എങ്ങും കാണുന്നില്ലല്ലോ. ഇവരെവിടെയാ ഒളിച്ചിരിക്കുന്നേ?
നല്ല മണം. നീ എന്റെ സമൂസ എടുത്ത് കഴിച്ചു, എന്നിട്ട് ഇപ്പൊ ഇതും കൂടി കഴിക്കാൻ പോവാണ്. എന്ത് ഞാനപ്പ കഴിച്ചെന്താ പറയണേ? താഴെ ആരുണ്ട്? ഓടിക്കോ. ബോസ് പാട്ട് പാടുന്നതൊന്നും നിർത്ത, അവരുടെ നിന്ന് പൈസ ഒരു വാങ്ങുന്നു. മിനിറ്റ്. ഇനി നീയല്ല നിന്റെ അച്ഛൻ വിചാരിച്ച പോലും എന്നെ പിടിക്കാൻ പറ്റില്ല. പിടിച്ചോ. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ആ സൂട്ട്കേസിനകത്തുള്ള പണം പകുതി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓടിക്കോ. അവിടെ നിൽക്ക്. വേഗം. റോഡിന്റെ അടുത്ത് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞങ്ങൾ നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. വീടില്ല നിന്റെ ബോട്ടു, വീടില്ല നിന്റെ പത്രു, ബാറ്റ്മാനെ പോലെ ഞാൻ പറന്നിറങ്ങും. എന്റെ വെടിയുണ്ടകളായിരിക്കും നിന്നോട് സംസാരിക്കുന്നത്. പാട്ടല്ല പാടണ്ട സാർ, അവരങ്ങ് വെടിവെക്ക്. പൊളിച്ചെടുത്തല്ലോ. അവന്മാര് നമ്മുടെ പുറകെ തന്നെ വന്നോണ്ടിരിക്കില്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ സൂപ്പർ റണ്ണിംഗ് ക്യാപ്സൂൾ കഴിക്കും. ഇനി നമ്മളെ പിടിക്കാൻ അവർക്ക് കഴിയില്ല. ഇനി നമ്മുടെ സ്പീഡ് നീ നോക്കിക്കോ. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ടുക്ക, ആദ്യമായിട്ടാണ് നിങ്ങളുടെ കണ്ടുപിടുത്തം ഉപയോഗപ്പെടുന്നത്. ആരെങ്കിലും ഒന്ന് ഇത് പിടിച്ചു കൊടുത്തേ. മോട്ടോ ഒന്ന് വേഗം ആലോചിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഹലോ ഹലോ, ഹലോ ചിങ്കം സാറെ, ഒന്ന് രക്ഷിക്കേ വേഗം. ഞാൻ എവിടെയാണോ? അത് വേഗം പറ. ഈ ചിങ്കത്തിന്റെ കയ്യിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇംപോസിബിൾ പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ, നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ വേറെ സ്ഥലം കിട്ടിയില്ലേ? ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാണ് സത്യം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ആരോട് ചോദിച്ചിട്ടാ എന്റെ മീതെ കയറിയത്? ഇറങ്ങുന്നുണ്ടോ? മര്യാദയ്ക്ക് ഇറങ്ങാനോ പറഞ്ഞ? എന്റെ അമ്മോ, ഇതാ വീണ്ടും അടുത്ത ഗ്രൂപ്പ് ലാൻഡ് ആയല്ലോ. ഇത് രണ്ടാമത്തെ തവണയാണ് ആകാശത്തു നിന്നും അറ്റാക്ക്. ഇംപോസിബിൾ, ഇംപോസിബിൾ. വഴിമാറ്. ഒറ്റണത്തിന് വെറുതെ വിടില്ല. ഈ ചിങ്ങത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ആരാണ് ഈ ടേബിൾ എന്റെ മേത് എറിഞ്ഞത്? ഇപ്പൊ തന്നെ പറയണം. കമോൺ. എന്റെ അമ്മോ, ചില സമയത്ത് നാളികേരം വന്ന് വീഴുന്നു, ചില സമയത്ത് മേശ വന്ന് വീഴുന്നു. ഇനി എന്തെങ്കിലും വീഴാനുണ്ടോ? എന്നാ വേഗം വന്ന് വീണേക്ക്. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ചട്ടുക്ക. എന്റെ 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മരുന്ന് കഴിച്ച് ഞാൻ വയ്യാതെയാവണ്. എന്റെ കാല് ഓടിക്കൊണ്ടേയിരിക്കാണ്. ഇത് നിർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഓടി ഞാൻ വയ്യാതെയായി. എന്റെ വസീറ്റാറാമേ, മരുന്നിന്റെ ശക്തി തീരുന്നത് വരെ നമുക്ക് ഓടിയേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 50 ലക്ഷം രൂപ കൊണ്ട് സുഖിച്ചൊക്കെ ജീവിക്കാം. ഐഡിയ ഡോക്ടർ ചട്ടുക്ക, ഇപ്പൊ ശരിയാക്കി തരാം. പൊളിച്ചെടുത്തല്ലോ, ഇനി എല്ലാം ശരിയാകും. ഇപ്പോഴാണ് സമാധാനമായത്. സമാധാനം വന്നതല്ല, സമാധാനം ദാ പോയി. ലക്ഷങ്ങളുടെ പണാണ് കാറ്റില് പറന്നു പോകുന്നത്. എന്തോ ബാഗ് പോയെന്നോ? പിന്നെ നമ്മള് എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത്? വേഗം പോയി ബാഗ് എടുക്കോ. ആ ബാഗ് എടുക്കോ. എങ്ങനെ നിക്കാനാണ്? നിങ്ങളുടെ മരുന്ന് നിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. ആ മരുന്നിന്റെ ശക്തി കുറയുന്നേ ഇല്ല. ആരെങ്കിലും രക്ഷിക്കണേ, ഞങ്ങളൊന്ന് നിർത്തണേ.
ആക്രമണം ഉണ്ടായിരിക്കുന്നത്, ഓടിക്കോ. ആക്രമണമൊന്നും അല്ല ബോസ്, ഇത് നമ്മുടെ 50 ലക്ഷത്തിന് പെട്ടി തിരിച്ചു കിട്ടിയതാ. ഇത് കണ്ടോ? എന്റെ പൊന്നു ബോസ്, ഈ ഡാൻസ് ഒന്ന് നിർത്ത്. ഇൻസ്പെക്ടർ ചിങ്കമ്മ എപ്പ വേണേലും എത്തും. മുകളിൽ നിന്ന് താഴേക്ക് വന്ന ഈ പെട്ടി സാധാരണ പെട്ടിയല്ല, 50 ലക്ഷത്തിന്റെ ഡീലാ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. Attention! എല്ലാവർക്കും അറിയുന്ന സത്യമാണ്, ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞോളൂ, ഹൈലി എംപോസിബിൾ. എന്നിട്ട് നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഓടിക്കളഞ്ഞത്? ഇപ്പൊ പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചിങ്കം സാറേ, ഇത് ബാഡ്മാൻ ആണ്. കുറി നഗറിലെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള പദ്ധതിയായിട്ട് വന്നിരിക്കുക. ബോംബ് കയ്യിലാക്കാൻ 50 ലക്ഷം രൂപയായിട്ടാ വന്നിരിക്കുന്നേ. ഇത് കണ്ടോ? ഓ, ബാഡ്മാൻ, ജോൺ ബാഡ്മാൻ. പോലീസ് മുഴുവനും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മോട്ടു പത്ലു, നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ കിട്ടി? അതൊരു വേദനാജനകമായ നീണ്ട കഥയാണ് സാർ. അത് മാത്രം ചോദിക്കല്ലേ. ഓക്കേ, all is well that ends well. സന്തോഷമായി. എല്ലാത്തിനും നല്ലൊരു അവസാനം വന്നല്ലോ. അവസാനിക്കണമെങ്കിൽ നമ്മുടെ ഡോക്ടർ ജഡ്കയും ഗസീറ്റാറാമും ഇവിടേക്ക് എത്തണം. പക്ഷെ ഇപ്പൊ അവരെവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഈ തല്ലിപ്പുള്ളി ഡോക്ടറുടെ തല്ലിപ്പുള്ളി മരുന്നിന്റെ ശക്തി ചെയ്താലും തീർന്നല്ലോ. ഓ, എന്ത് നല്ലൊരു കാലാവസ്ഥ. മഞ്ഞ് പെയ്യുന്നത് കാണാൻ തന്നെ എന്തൊരു സുഖാണ്. ഡോക്ടർ ചട്ടുക്ക, നമ്മളിത് എവിടെയാണ്? എടോ ഡോക്ടർ ചട്ടുക്ക, തന്നെ കൊണ്ട് ഞാൻ വലിഞ്ഞല്ലോ. തന്റെ മരുന്ന് കഴിച്ച് ഓടി ഓടി നമ്മളിപ്പോ മൗണ്ട് എവറസ്റ്റിന്റെ മീതെ എത്തിയിരിക്കാണ്. ഇനി ആരും ഈ ഡോക്ടർ മരുന്ന് കഴിക്കരുത്. കഴിച്ചാൽ നിങ്ങളും മൗണ്ട് എവറസ്റ്റ് കയറേണ്ടി വരും.